എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കോവക്ക ഫ്രൈ ആണ്. ചോറിന് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് കോവക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് നൈസായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കോവക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴുത്ത കോവക്ക എടുക്കാൻ പാടില്ല. ഇതുപോലുള്ള നല്ല പച്ച കളറുള്ള കോവക്കയായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇതിന് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടി, കായപ്പൊടി ഒരു ഫ്ലേവറിനായിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പുപൊടി, പിന്നെ ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത കോവക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ എടുക്കുന്ന കോവയ്ക്കനുസരിച്ചിട്ടുള്ള മസാലയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന കോവയ്ക്കനുസരിച്ച് മസാലകൾ കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂടുതൽ മസാലകൾ വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ സിമ്പിൾ മെത്തേഡിലാണ്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് കോട്ടാക്കി എടുത്തിട്ടുണ്ട്. കോവക്കയിലുള്ള വെള്ളം തന്നെ മതി. ഇതിന് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ ചില്ലറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം സെപ്പറേറ്റാക്കി എടുത്തിട്ട് ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് ഇളകിപ്പോകും. ചൂടായി വന്ന എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കോട്ടിങ് ഇളകിപ്പോകാതെ നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു കോവക്ക ഫ്രൈ ആണ്. നമ്മൾ പൊതുവേ കോവക്ക കൊണ്ട് തോരനൊക്കെയാണ് തയ്യാറാക്കുന്നത്. ഇനി ഒന്ന് ഇതുപോലെ ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കണം. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. നോൺ വെജ് ഇല്ലാത്ത സമയത്ത് ഒക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള കോവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.